പ്രസിഡൻറ്റിനും ഗവർണർക്കും മൂക്ക് കയറിട്ടിരിക്കുകയാണ് സുപ്രീം കോടതി. ഇത് ശരിയാണോ? ഇതിൽ ഈ നമ്മുടെ ഭരണഘടന, ഈ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും 3 സ്വതന്ത്ര പില്ലറുകളായിട്ടാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. 3നും അതിൻ്റേതായിട്ടുള്ള അവകാശാധികാരങ്ങളും സ്വാധീനവും എല്ലാം ഉണ്ട്. പക്ഷേ ഇത് 3ഉം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത്. 1950 ജനുവരി 26 ഉണ്ടാക്കിയ ഭരണഘടന. അത് 3ഉം സ്വതന്ത്രമായി നിലനിന്നാൽ മാത്രമേ ജനാധിപത്യവും ഫെഡറലിസവും ഒക്കെ പുലരൂ എന്നുള്ളതാണ് ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇവിടെ പല ഘട്ടങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുകയറ്റത്തിനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ജുഡീഷ്യറി എക്സിക്യൂട്ടീവിൻ്റെ മേൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് ഒരു 10, 20, 25 വർഷത്തെ ചരിത്രം തന്നെയുണ്ട്. ഒരു 5-6 സുപ്രീം കോടതി വിധികൾ തന്നെയുണ്ട്. ഞാൻ എഴുതിയ ഇംഗ്ലീഷ് പുസ്തകത്തിലൊരു പ്രധാനപ്പെട്ട അധ്യായം തന്നെ അതായിരുന്നു. SP ഗുപ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കേസിലാണ് അത് തുടങ്ങിയത്. 80കളിൽ ജഡ്ജിമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറ്റുന്നത്. അത് ചെന്നിപ്പം നിൽക്കുന്നത് 2015 നാഷണൽ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വെക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ ജഡ്ജിമാരെയൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് അത് റദ്ദാക്കിയ ഒരു വിധിയിലാണ് അത് ചെന്ന് നിൽക്കുന്നത്. ഈ സംഭവത്തിലൂടെ ഇപ്പം നടന്നിരിക്കുന്നത്, ഈ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും 3 സ്വതന്ത്രമായിട്ടുള്ള സ്ഥാപനം എന്നുള്ളതിന് പകരം ഇന്ത്യയിലെ ജുഡീഷ്യറി എല്ലാത്തിനും മേൽ അപ്രമാദിത്വമുള്ള ഒരു സംവിധാനമായി മാറാൻ നടത്തുന്ന വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പം നടന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ പറയായിരുന്നു, ഞങ്ങളൊക്കെ പഠിച്ചപ്പോഴത്തേക്കും ഈ തോമസ് ഫുള്ളർ എന്നും പറഞ്ഞിട്ട് ഒരു തത്വചിന്തകനും ചരിത്രകാരനും നിയമത്തിന് അയാൾ 1733 എത്ര നാളുകൾക്ക് മുമ്പ് ബി നെവർ യു സോ ഹൈ ദ ലോ ഈസ് എബവ് യു. നിങ്ങൾ ഏതവനായാലും ഏത് വലിയവനായാലും വേണ്ടില്ല, നിയമം നിങ്ങളുടെ മുകളിലായിരിക്കും എന്നുള്ളത്. ഇപ്പം ഞാൻ മാറിയിട്ട് എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർ ഇത് കണ്ടപ്പോൾ, ഈ തീരുമാനം കണ്ടപ്പോൾ തോന്നിയത് ബി യു നെവർ സോ ഹൈ ദ സുപ്രീം കോർട്ട് ഈസ് എബവ് യു എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം, ആർട്ടിക്കിളിൽ 200, 201 ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ. അത് ഈ ബില്ലുകൾക്ക് അസൻറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഗവർണർക്ക് റോളുണ്ട്, പ്രസിഡൻറ്റും റോള് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗവർണർ എടുത്തോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഗവർണർക്ക് വേണമെങ്കിൽ ഒന്നിൽ അസൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ അയാൾക്ക് തടഞ്ഞു വെക്കാം, അല്ലെങ്കിൽ അയാൾക്ക് തടഞ്ഞു വെച്ചിട്ട് പ്രസിഡൻറ്റിന് അയക്കാം. പ്രസിഡൻറ്റിനെ അത് കിട്ടുമ്പോഴത്തേക്ക് പ്രസിഡൻറ്റിന് കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. കൊടുക്കണം നിർബന്ധമില്ല, ആസ് സൂൺ ആസ് പോസിബിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 200, 201 വകുപ്പുകളാണ്. അത് കാലങ്ങളോളം അവിടെ കിടക്കത്തില്ല. അല്ല, അങ്ങനെ അല്ല ഞാൻ പറഞ്ഞത്, ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ അതിൽ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ ഹൈക്കോടതിയിൽ ഈ പർദിവാല, JB പർദിവാലയും R മഹാദേവനും ചേർന്നിട്ടുള്ള വിധിയാണ് 415 പേജിന്. അതിനൊരു യുക്തി ഉണ്ടെന്ന് തോന്നാം. കാരണം നിങ്ങൾ ഇത് പാസ്സാക്കി ഗവർണർ കൊടുക്കുന്നു, ഗവർണർ അത് അവിടെ ഇടുന്നു, ഗവർണർ അവിടെ നിന്ന് പ്രസിഡന്റിന് കൊടുക്കുന്നു, പ്രസിഡന്റ് അവിടെ ഇടുന്നു. അപ്പം ജനാധിപത്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഭരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? സ്വാഭാവികമായും അങ്ങനെ ഒരു തോന്നൽ വരാം. അതാണിപ്പോൾ പുറമേ നിൽക്കുന്ന ഒരു തോന്നൽ. പക്ഷേ ഇതിനകത്ത് 2-3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗവർണറെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രസിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ ഏജൻറ്റന്മാരെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കേന്ദ്ര ഗവൺമെൻറ്റാണല്ലോ ഗവർണർമാരെ തീരുമാനിക്കുന്നത്. പക്ഷേ പ്രസിഡൻ്റ് അതല്ല. പ്രസിഡൻ്റ് ഒരു യൂണിറ്ററി പവറാണ്. പ്രസിഡൻറ്റിൻ്റെ ഏജൻ്റ് അല്ല. പ്രസിഡൻറ്റിന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ MLA-മാർ കൂടി ചേർന്നിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥാനമാണ് പ്രസിഡൻറ്റ്. പ്രസിഡൻറ്റിനെ ശരിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പോലും അധികാരം ഏൽക്കുന്നത് പ്രസിഡന്റ് സത്യവാചകം ചൊല്ലി കൊടുക്കുമ്പോഴാണ്. മനസ്സിലായോ? അപ്പം ആ പ്രസിഡൻറ്റിന് സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചാണെ പോലും നമുക്ക് വേണം മനസ്സിലാക്കാം. സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണഘടനയെ ഏറ്റവും വലിയ യൂണിറ്ററി പവർ കൊടുത്തിട്ട് പ്രസിഡന്റിനോട് പറയുകയാണ്, നിങ്ങൾ 3 മാസത്തിനുള്ളിൽ ബില്ല് തിരിച്ചയച്ചോളൂ. എന്തൊരു അബദ്ധമാണിത്. കേശവാനന്ദ ദാസ് എന്ന് പറഞ്ഞിട്ട് കേസിൽ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചർ, ഇപ്പോൾ ഈ ഭരണഘടന അമെൻഡിയാവും എന്നുള്ള ചോദ്യമാണ് കേശവാനന്ദ ഭാരതി എന്നുള്ള കേസ് കേട്ടത്. അഗൈൻസ്റ്റ് സ്റ്റേറ്റ് ഓഫ് കേരളയായിരുന്നു. അപ്പോൾ അതിൽ വന്ന വിധിന്യായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഭരണഘടന ഭേദഗതി ചെയ്യാം, പക്ഷേ ഭരണഘടനയുടെ ബേസിക് ഡോക്ട്രിൻസിൽ മാറ്റം വരുത്താൻ നിങ്ങൾക്ക് അവകാശമില്ലാത്ത പാർലമെൻറ്റിനോട് പറഞ്ഞു. അപ്പോൾ പക്ഷേ ഇവിടെ 2-അംഗ ജഡ്ജിമാർ ബെഞ്ച് ഇരുന്നുകൊണ്ട് ഭരണഘടനയുടെ ബേസിക് ഡോക്ട്രിൻ തന്നെ അങ്ങോട്ട് മാറ്റിയേക്കുകയാണ്. പ്രസിഡന്റിനോട് പറയുകയാണ്, നിങ്ങൾ 3 മാസം കഴിഞ്ഞാൽ. എന്തൊരു അബദ്ധമാണ് ഒന്നാമത്.
രണ്ടാമത്തെ പ്രധാന അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഭരണഘടനാ ബെഞ്ചാണ് പരിഗണിച്ചിരുന്നെങ്കിൽ നമുക്ക് പിന്നെ മനസ്സിലാക്കാം. അതൊന്നാമത്തെ. രണ്ടാമത്തെ പ്രശ്നം എന്താ വിജയനാഥ്? ഇപ്പോൾ ഗവർണറുടെ കിട്ടിക്കഴിഞ്ഞാൽ ഗവർണർ 1 മാസത്തിനുള്ളിൽ തിരിച്ചയച്ചോണം. പ്രസിഡന്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് 3 മാസത്തിനുള്ളിൽ തിരിച്ചയച്ചോണം. കൺകർ ചെയ്തോണം. ഇപ്പം പിന്നെ തമിഴ്നാട്ടിലെ 10 ബില്ല് അങ്ങനെയാണല്ലോ കൺകർ ചെയ്യപ്പെട്ടത്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ? ഇത് നമ്മളിങ്ങനെ ഈ ഒരു കൊട്ടത്താപ്പ് രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണോ ഇത്? അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എന്താണ് പ്രധാനം? എന്തുകൊണ്ടാണ് ഇവിടെ ബില്ല് ഗവർണർ തടഞ്ഞു വെച്ചത്? ഗവർണർ കുറേ ബില്ലുകളിലൂടെ തടഞ്ഞു വെച്ചിരുന്നല്ലോ ആരും മുമ്പ്. എന്തുകൊണ്ടാണ് തടഞ്ഞു വെച്ചത്? തടഞ്ഞു വെച്ചാൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ യൂണിവേഴ്സിറ്റികളിൽ CPM ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന വൈസ് ചാൻസലർമാരെ കൊണ്ടുവരാനുള്ള ബില്ലുകളായിരുന്നു ആ ബില്ലുകൾ അല്ലേ? കേരളത്തിൽ പിന്നെ സർവകലാശാലകളിൽ CPMന് ഇഷ്ടമുള്ള CPMൻ്റെ ക്രോണികളായിട്ടുള്ള വൈസ് ചാൻസലർമാരെ കൊണ്ടുവരാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ശ്രമിച്ചപ്പോഴാണ് ഗവർണർ ആ ബില്ല് തടഞ്ഞു വെച്ചത്. തമിഴ്നാട്ടിലും ഇതുപോലെ തന്നെയാണ്. തമിഴ്നാട്ടിലും DMKയുടെ സ്വാർത്ഥ താല്പര്യത്തിനനുസരിച്ചുള്ള ബില്ല് വന്നപ്പോഴത്തേക്കാണ് അവിടുത്തെ ഗവർണർ തടഞ്ഞു വെച്ചത്. ആ ഗവർണറെ കുറിച്ച് വേറെ ആരോപണങ്ങൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു കേട്ടാൽ തോന്നും ഏതോ സംസ്ഥാന താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ബില്ലുകൾ തടഞ്ഞു വെച്ചു എന്നാ തോന്നുക. സംസ്ഥാന താല്പര്യങ്ങളല്ല വിജയനാഥ്. സംസ്ഥാന താല്പര്യങ്ങൾക്ക് പകരം അതാത് സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാർത്ഥവും നിക്ഷിപ്തവുമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ബില്ലാണ് തടഞ്ഞു വെച്ചത്. ഇപ്പോൾ ഈ സുപ്രീം കോടതിയുടെ വിധി കൊണ്ട് എന്താ സംഭവിക്കുന്നത്? CPMന് താല്പര്യമുള്ള CPMൻ്റെ സങ്കുചിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന CPM ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന വൈസ് ചാൻസലർമാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ബില്ല് പോലും ഇനി ഗവർണർക്കും പ്രസിഡന്റും തടഞ്ഞു വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ CPMന് ഇഷ്ടമുള്ള വൈസ് ചാൻസലർമാരെ ഇവിടെ നിയമിക്കാനുള്ള ബില്ല് അംഗീകരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. എന്തൊരു അസംബന്ധമാണിത്. ഇതൊരു ഭരണഘടനാ ബെഞ്ചാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. 2 ജഡ്ജിമാർ കയറിയിരുന്നൊക്കെ പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏത് നിയമം പറഞ്ഞു കഴിഞ്ഞാലും ആ നിയമത്തിന് മുകളിലാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. അതിനൊന്നും സുപ്രീം കോടതിക്ക് അവകാശാധികാരമില്ല. സുപ്രീം കോടതി പ്രവർത്തിക്കുന്നതും ഭരണഘടനയുടെ വിവിധ വകുപ്പുകൾ കീഴിൽ സുപ്രീം കോടതിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ സുപ്രീം കോടതിക്ക് അപ്രമാദിത്വമൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ സുപ്രീം കോടതി അവരുടെ അപ്രമാദിത്വം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒന്നാമത്തെ കാര്യം. അത് രണ്ടാമത്തെ കാര്യം എന്താ? സുപ്രീം കോടതി ഗവർണർക്കും പ്രസിഡന്റും സമയപരിധി തീരുമാനിക്കും. സുപ്രീം കോടതിയുടെ അവസ്ഥ എന്താ? ഞാൻ സുപ്രീം കോടതിയുടെ പിന്നെ ആനുവൽ റിപ്പോർട്ട് എടുത്ത് നോക്കിയപ്പോൾ 2002 24,000 കേസുകളാണ് സുപ്രീം കോടതിയിൽ കെട്ടിക്കിടന്നത്. സുപ്രീം കോടതിയിൽ ഇന്ത്യയിൽ അപ്രൈസ് അത് 2010 ആയപ്പോൾ 54,000 കേസുകളായി. ഇപ്പോൾ 2024 ഓഗസ്റ്റ് ആയപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ 84,000 കേസാണ് സുപ്രീം കോടതിയിൽ തന്നെ കെട്ടിക്കിടക്കുന്നത്. ഞാൻ പറഞ്ഞ ഈ ഗവർണർക്കും പ്രസിഡന്റിനും സമയപരിധി നിർണ്ണയിക്കുന്ന സുപ്രീം കോടതി ഇതാദ്യം ഒന്ന് കുറയ്ക്കാൻ നോക്ക്. 1 2 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലാവ്ലിൻ കേസ് എന്ന് പറഞ്ഞിട്ട് കേസുണ്ട്. 38 തവണ ആ കേസ് 2017 ഒക്ടോബർ 10-നാണ് അതിൻ്റെ അപ്പീൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. 2017 ഒക്ടോബർ 10. അത് കഴിഞ്ഞ് 8 ഒക്ടോബർ 10 കഴിഞ്ഞു. ഇപ്പോൾ 25 നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് ഒരു ഉന്നത രാഷ്ട്രീയ നേതാവ് നടത്തിയിട്ടുള്ളൊരു അഴിമതിയുടെ ഭാഗമായി 374 കോടി രൂപയുടെ 374 കോടി രൂപ ഖജനാവിന് നഷ്ടപ്പെട്ടുവെന്ന് ഇന്ത്യയിലെ പരമോന്നത സ്ഥാപനമായിട്ടുള്ള കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പറഞ്ഞ പ്രകാരം ഒറിജിനേറ്റ് ചെയ്തൊരു കേസാണ് ഈ കേസ്. ഈ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഒരു അപ്പീൽ സമർപ്പിച്ചിട്ട് 8 വർഷം കഴിഞ്ഞിട്ടും അതിനൊരു സമയപരിധി തീരുമാനിക്കാൻ കഴിയാത്ത സുപ്രീം കോടതി. ഈ 8 വർഷത്തിനുള്ളിൽ 10 ചീഫ് ജസ്റ്റിസുമാർ അവിടെ മാറിപ്പോയിട്ടുണ്ട്. ഈ 8 വർഷത്തിനുള്ളിൽ ഈ കേസ് വാദത്തിന് പോലും വന്നിട്ടില്ല വിജയനാഥ്. ഏത് വാദത്തിന് പോലും വന്നിട്ടില്ല. അപ്പം ഒരു ഉന്നത രാഷ്ട്രീയ നേതാവ് ഇടപെട്ട ഒരു അഴിമതി കേസിൽ 8 വർഷമായി വാദത്തിന് പോലും കൊണ്ടുവരാൻ കഴിവില്ലാത്ത സുപ്രീം കോടതി എഴുന്നേറ്റ് ഞെളിഞ്ഞു നിന്നിട്ട് അവിടുത്തെ 2 ജഡ്ജിമാർ പറയുകയാണ് ബില്ല് പ്രസിഡന്റ് 3 മാസത്തിനുള്ളിൽ പാസ്സാക്കി കൊടുത്തോണം എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ ബോധമുള്ള ഒരു പൗരനും അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇനി വേണേൽ പറയാം, പക്ഷേ അത് സംസ്ഥാന താല്പര്യം സംരക്ഷിക്കുന്ന ബില്ലായിരിക്കണം. സംസ്ഥാന താല്പര്യം സംരക്ഷിക്കുന്ന ബില്ലാണ് വേണേൽ നമുക്ക് പറയാം. പക്ഷേ ഇത് സംസ്ഥാന താല്പര്യം സംരക്ഷിക്കുന്ന ബില്ലല്ല. ഇത് പിണറായി വിജയൻ്റെയും സ്റ്റാലിൻ്റെയും താല്പര്യം സംരക്ഷിക്കുന്ന ബില്ലുകളാണ്. ഇവിടെ പിണറായി വിജയൻ്റെയും പാർട്ടിയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ബില്ലായതുകൊണ്ടാണ് ഇയാൾ ഇത് തടഞ്ഞു വെച്ചത്. അതാണ് പ്രസിഡന്റ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രസിഡന്റ് ഈ ബില്ല് ഈ കോടതി വിധി വഴി അംഗീകരിക്കുമ്പോൾ അതിലൂടെ സംരക്ഷിക്കപ്പെടുന്നത് പിണറായി വിജയൻ്റെയും CPMൻ്റെയും സ്വാർത്ഥ താല്പര്യവും നിക്ഷിപ്ത താല്പര്യവുമാണ്. അതൊരു കാരണവശാലും പൗരബോധമുള്ള ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നാളെ കർണാടക സർക്കാർ ഒരു ബില്ല് പാസ്സാക്കുകയാണ്. കാവേരി നദീജലത്തിന് മേൽ പൂർണ്ണമായ അവകാശം ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് കർണാടക ഒരു ബില്ല് പാസ്സാക്കും.
തമിഴ്നാട് പറയുകയാണ് മുല്ലപ്പെരിയാർ പൂർണ്ണ അവകാശം ഞങ്ങൾക്കാണ്, ഒരു ബില്ല് തമിഴ്നാട് പാസ്സാകും. ഇതും ഈ വിധി പ്രകാരം പാസ്സായി പോരും. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഫെഡറലിസത്തിൻ്റെ അവസ്ഥ എന്താവും? എല്ലാ സംസ്ഥാനങ്ങളും അവർക്ക് ഇഷ്ടപ്പെട്ട ബില്ല് അവിടുത്തെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അങ്ങോട്ട് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ ഇത്രയും പിന്നെ മിനിമമായിട്ടുള്ള കോമൺ സെൻസിക്കലായിട്ടുള്ള കാര്യം പോലും ഈ സുപ്രീം കോടതിയുടെ തലയ്ക്കകത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ എവിടെ പോകുമെന്ന് ഞാൻ ചോദിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ കോടതികൾ സെൻറ്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്നാണ് ഞങ്ങൾ LLBക്ക് പഠിക്കുന്നത്. സെൻറ്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്ന് പറഞ്ഞാൽ വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ എന്നാണ്. അതായത് ജനങ്ങളുടെ മൗലികാവകാശം സംരക്ഷിക്കുന്ന ജാഗ്രതയോടുകൂടിയുള്ള രക്ഷിതാവാണ് കോടതി എന്നാണ് പറയുന്നത്. ആ കോടതി നമ്മുടെ ഏറ്റവും അവസാന ആശ്രയമാണ്. ആ കോടതികൾ ഇങ്ങനെ തീരുമാനിക്കാൻ പോയാൽ, കോടതി പറഞ്ഞിട്ട് ഞങ്ങളാണ് എല്ലാത്തിനും മുകളിലും എന്ന് എങ്ങനെ കോടതിക്ക് അത് പറയാൻ പറ്റും? കോടതിക്ക് ജുഡീഷ്യറിക്ക് എന്ത് ഇൻഫാലിബിലിറ്റി പറയാൻ പറ്റും? രാഷ്ട്രീയക്കാരൻ എന്തൊക്കെ പറഞ്ഞാലും 5 വർഷം കഴിയുമ്പോഴത്തേക്കും അവന് തെരഞ്ഞെടുപ്പിനെ നേരിടണം. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഇന്ത്യയിലെ എല്ലാ MLA മാരോട് തീരുമാനിക്കണം. പക്ഷേ ഇതനുസരിക്കാൻ ഇനി ബാധ്യസ്ഥരല്ലേ? അല്ല, ഇത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് അപ്പീൽ പോവാം. മനസ്സിലായില്ലേ? ഇതിന് അപ്പീൽ പോയിട്ട് ഇപ്പോൾ അപ്പീൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഭരണഘടനാ ബെഞ്ചിലേക്ക് പോകുമെന്നാണ് പറഞ്ഞിട്ട്. ഭരണഘടന ഈ മണ്ഡലത്തിലും തിരുത്തും എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ അവസാനം ആലയമായി കാണുന്ന സെൻറ്റിനലിൻ്റെ ക്യൂ ആയിട്ടുള്ള കോടതികൾ പോലും ഇതുപോലെ അപ്രമാദിത്വത്തിലേക്ക് പോയാൽ ഈ രാജ്യത്തെ പൗരന്മാരുടെ നില എന്തായിരിക്കും എന്നാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇന്ത്യയിലൊരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ ഒരു സ്ത്രീപീഡന ആരോപണം വന്നു രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ. എവിടെ പോയി? ഇതുപോലെ എത്രയോ കേസുകൾ വന്നിരിക്കുന്നു. സുപ്രീം കോടതിയിൽ ഒരു മുൻ ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു, ദീപക് മിശ്ര. അയാൾ ഇപ്പോൾ റിട്ടയർ ചെയ്തു. അയാളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ആരോപണം വന്നത് എന്താണെന്നറിയോ? അയാളും വേറൊരു 2 ജഡ്ജിമാരും കൂടി ഒരു ട്രിബ്യൂണലിൽ ഇരുന്നിട്ടൊരു വിധി പാസ്സാക്കി. ഏതോ ട്രിബ്യൂണലിൽ വിധി പാസ്സാക്കി. അതിൽ ഇയാളും 2 ജഡ്ജിമാരുണ്ട്. ആ വിധി എന്ന് പറയുന്നത് ഇയാൾ മുൻപ് സുപ്രീം കോടതിയിൽ ഇരുന്നപ്പോൾ എഴുതിയ ഒരു വിധിയിലെ 212 പാരഗ്രാഫ്സ് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത വിധിയായിരുന്നു. ഇയാൾ നേരത്തെ ഇരുന്നൊരു വിധിയിൽ ആ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തത് ഇയാളുടെ കൂടെ ഈ ട്രിബ്യൂണലിൽ ഇരുന്ന ജഡ്ജിമാർ പോലും അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. അത് സിംഗപ്പൂരിലെ ഒരു സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം റദ്ദാക്കി. ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഒരു ഇൻഫാലിബിലിറ്റി ഇവർക്ക് കൽപ്പിക്കപ്പെട്ടു പോയാൽ അവിടെ ജനാധിപത്യം മരിച്ചു. ജനാധിപത്യം സക്രിയമാകണമെന്നുണ്ടെങ്കിൽ ഈ ജുഡീഷ്യറിയും ഈ എക്സിക്യൂട്ടീവും ഇവരും ഇത് മൂന്നും പിന്നെ പാർലമെൻറ്റും ഇത് മൂന്നും സ്വതന്ത്ര അധികാരമുള്ള സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. ഇതൊന്നിൻ്റെ മുകളിലേക്ക്, ഇപ്പോൾ പാർലമെൻറ്റ് ജുഡീഷ്യറിയുടെ മുകളിലേക്ക് കടന്നു കയറിയാലും അതൊക്കെ തന്നെയാണ് പ്രശ്നം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇത് എന്ന് പറയുന്നത് ജുഡീഷ്യറി പാർലമെൻറ്റിന് മേൽ കടന്നു കയറി ഈ അപ്രമാദിത്വം സ്ഥാപിക്കുന്നതിൻ്റെ ഏറ്റവും തുറന്ന ഒരു ഉദാഹരണമാണ്. എത്രയും പെട്ടെന്നും ഇത് പിന്നെ ഭരണഘടനാ ബെഞ്ചിൻ്റെ മുമ്പിൽ പോയി കറക്റ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഇത് ജനാധിപത്യത്തിന് മേൽ വലിയ തോതിലുള്ള കരുതലിൽ വീഴ്ത്തുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ളതിന് ഒരു തർക്കമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.